Good morning, dear students. Welcome to the today's class. I think you are fine there. In the previous class, we have completed the poem Sonnet 29 by Shakespeare. Today, let us discuss a new poem named Ode to Autumn by John Keats. Are you ready for the class? Okay, take your textbook at the page number 10. Here, we can see an introductory part of this poem. It is necessary for your examination. So, let's begin. Listen carefully. John Keats, 1795 to 1821, was born as the son of Thomas Keats, a stable keeper, and Frances Keats. കീറ്റ്സ് തോമസ് കീറ്റ്സിൻ്റെയും ഫ്രാൻസിസ് കീറ്റ്സിൻ്റെയും മകനായിരുന്നു. അദ്ദേഹം ഒരു കുതിരാലയത്തിൻ്റെ നടത്തിപ്പുകാരനായിരുന്നു. ഹി വാസ് റൈസ്ഡ് ഇൻ മൂർഫീൽഡ്സ് ഇൻ ലണ്ടൻ ആൻഡ് അറ്റൻഡഡ് ഇൻ ദ ക്ലാർക്ക് സ്കൂൾ ഇൻ എൻഫീൽഡ്. എൻഫീൽഡിലെ ക്ലാർക്ക് സ്കൂളിലായിരുന്നു കീറ്റ്സ് പഠിച്ചിരുന്നത്. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹിസ് ഫാദർ ഡ്യൂ ടു ആൻ ആക്സിഡൻറ്റ് in 1805 and his mother due to the tuberculosis in 1810, he and his 3 siblings were brought up by his uncle Richard Abbey. 1805 അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു ആക്സിഡൻ്റ് മൂലം മരണപ്പെട്ടു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ TB ബാധിച്ച് മരണപ്പെട്ടു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മറ്റു 3 സഹോദരങ്ങളെയും അദ്ദേഹത്തിൻ്റെ അമ്മാവനായ റിച്ചാർഡ് ആബെയാണ് വളർത്തിയിരുന്നത്. റിയലൈസിംഗ് ദാറ്റ് ഹിസ് ട്രൂ വൊക്കേഷൻ വാസ് റൈറ്റിംഗ്, ഹി ഗേവ് അപ്പ് ഹിസ് അപ്രന്റീസ്ഷിപ്പ് ടു ബിക്കം ആൻ അപ്പോത്തേക്കറി ഇൻ 1816. കീറ്റ്സ് റിയലൈസ്ഡ് ദാറ്റ് ഹിസ് ട്രൂ വൊക്കേഷൻ വാസ് റൈറ്റിംഗ്. ചെറുപ്പത്തിൽ തന്നെ കീറ്റ്സ് തൻ്റെ തൊഴിൽ എഴുത്താണെന്ന് മനസ്സിലാക്കി. After being financially independent at the age of 21 with the inheritance of his grandparents, he published his first poem, O Solitude, 1815, with the help of his friend Leigh Hunt in Examiner. തനിക്ക് തൻ്റെ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും സ്വത്തുക്കളൊക്കെ കിട്ടി സാമ്പത്തികമായി റിലയൻ്റ് ആണെന്ന് തോന്നിയപ്പോൾ തന്നെ അദ്ദേഹം തൻ്റെ ആദ്യത്തെ കവിതയായ ഓ സോളിറ്റ്യൂഡ് പ്രസിദ്ധീകരിച്ചു, അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ സഹായത്തോടു കൂടി. ഇറ്റ് വാസ് ഫോളോഡ് ബൈ ഹിസ് ഫസ്റ്റ് മേജർ പോയം ഓൺ ലുക്കിംഗ് ഇൻ ടു ദ ചാപ്മാൻസ് ഹോമർ, 1816. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കവിതയായിരുന്ന ഓൺ ലുക്കിംഗ് ഇൻ ടു ചാപ്മാൻസ് ഹോമർ എന്ന കവിത 1816 പ്രസിദ്ധീകരിച്ചു. In 1818, Keats' famous long poem Endymion, which begins with the famous line, "A thing of beauty is a joy forever," got published and met with the negative reviews in Blackwood and Quarterly. 1818 തൻ്റെ ഏറ്റവും വലിയ പോയമായ എൻഡിമിയോൺ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. വാട്ട് വാസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദാറ്റ് പോയം? വിച്ച് ബിഗിൻസ് വിത്ത് ദ ഫേമസ് ലൈൻ. ഇതിൽ വളരെ പ്രശസ്തിയുള്ള ഒരു വരിയുമായാണ് തുടങ്ങുന്നത്. വിച്ച് ഈസ് ദ ലൈൻ? എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് ജോയ് ഫോർ എവർ. അതുകൊണ്ട് തന്നെ ഒരുപാട് വിമർശനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഈ പോയം. ദെൻ ഹി മെറ്റ് ഹിസ് ലവർ ഫാനി ബ്രൗൺ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഓഗസ്റ്റ് അറ്റ് ദ സെയിം ഇയർ. അതേ വർഷം തന്നെ തൻ്റെ കാമുകിയെയും അദ്ദേഹം കണ്ടുമുട്ടി. അവളുടെ പേരായിരുന്നു ഫാനി ബ്രൗൺ. ആൻഡ് ഗോട്ട് എൻഗേജ്ഡ് ദ നെക്സ്റ്റ് ഇയർ. തൊട്ടടുത്ത വർഷം തന്നെ എൻഗേജ്മെൻറ്റും കഴിഞ്ഞു. ഇൻ 1890, which is considered as the annus mirabilis in his career. 1819 തൻ്റെ കരിയറിലെ ഏറ്റവും മോസ്റ്റ് ഫ്രൂട്ട്ഫുൾ ഇയർ ആയിട്ട് അദ്ദേഹം കണക്കാക്കുന്നു. കീറ്റ്സ് റോട്ട്സ് ദ 6 ഓഡ്സ്. അദ്ദേഹം ഒരുപാട് ഓഡ് എഴുതിയിട്ടുണ്ട്.
നമുക്ക് പഠിക്കാനുള്ളത് ഓട്ടു ഓട്ടം. അതുപോലെ തന്നെ മറ്റു ഓടുകളാണ് ദ ഈവ് ഓഫ് സെൻറ്റ് ആഗ്നസ്, ദ ഈവ് ഓഫ് സെൻറ്റ് മാർക്ക്, ലാ ബെല്ലി, ഡാം സാൻസ് മേഴ്സി ആൻഡ് ലാമിയ 1 and 2. In December 1819, John realized that his fate too would be no different from his mother's and younger brother's Tom, who died in 1880. 1819 അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ വിധിയും തൻ്റെ സഹോദരന്മാരുടെയോ അതുപോലെ തന്നെ തൻ്റെ അമ്മയുടേതിൽ നിന്നും ഒരു തീരെ വ്യത്യാസമില്ല. കാരണം അദ്ദേഹത്തിനും അവരുടെ അസുഖം ബാധിച്ചു തുടങ്ങി. In 1820, his health having further deteriorated, he moved to Rome, bidding a tearful adieu to Fanny Brown. 1820 his health became more deteriorated. Deteriorated means become worse. സ്ഥിതി വളരെ മോശമായി. He moved to Rome. അദ്ദേഹം റോമിലേക്ക് പോയി. Bidding a tearful ഓഡിയോ മീൻസ് ഫെയർവെൽ ടു ഫാനി ബ്രൗൺ. തൻ്റെ പ്രണയിനിയോട് യാത്ര പറഞ്ഞുകൊണ്ട് റോമിലേക്ക് പോയി. എന്തിനു വേണ്ടി? ഇൻ സെർച്ച് ഓഫ് എ ബെറ്റർ ക്ലൈമറ്റ് ആൻഡ് ഇംപ്രൂവ്ഡ് ഹെൽത്ത്. നല്ല ഒരു അന്തരീക്ഷത്തിന് വേണ്ടിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മെച്ചപ്പെടാൻ വേണ്ടിയുമായി പോയി. ദെൻ ഹി ബ്രീത്ത്ഡ് ഹിസ് ലാസ്റ്റ് ഇൻ 1821. അദ്ദേഹം 1821 അന്ത്യശ്വാസം വലിച്ചു. ഇൻ റോമിലായിരുന്നു അദ്ദേഹം മരണപ്പെട്ടിരുന്നത്. ആൻഡ് ബറീഡ് ദർ, അദ്ദേഹത്തെ അടക്കം ചെയ്തതും റോമിൽ തന്നെയായിരുന്നു. ഷെല്ലീസ് ഫേമസ് പോയം അഡോണൈസ് ഇസ് ആൻ എലിജി റിട്ടൺ ഇൻ ദ മെമ്മറി ഓഫ് ഹിസ് ഗ്രേറ്റ് പോയറ്റ് ഫ്രണ്ട്. തൻ്റെ സുഹൃത്തായ ഷെല്ലി അദ്ദേഹത്തെക്കുറിച്ച് ഒരു ഓർമ്മക്കായി രചിച്ച ഒരു പോയമായിരുന്നു അഡോണൈസ്. ഇത് കീറ്റ്സിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഷെല്ലി രചിച്ചതാണ്. ഇത് ഇടയ്ക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. ദ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് ദ മേജർ തീംസ് ഓഫ് ഹിസ് പോയംസ്. കീറ്റ്സിയൻ പോയട്രിയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട തീമുകളാണ് ഈ ഒരു പാരഗ്രാഫിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ മേജർ തീംസ് ഇൻ ദ പോയം ഓഫ് കീറ്റ്സ് വർ ദ കോൺട്രാസ്റ്റ്സ് ഹി ഒബ്സർവ്ഡ് ഇൻ ഹിസ് ലൈഫ്. അദ്ദേഹം തൻ്റെ ജീവിതത്തിലുടനീളം ശ്രദ്ധിച്ച ഒരുപാട് വൈവിധ്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കവിതയിലെ പ്രമേയങ്ങൾ. എന്താണതെല്ലാം? ദ റെസിപ്രോക്കൽ കൺസേൺ ഓഫ് ദ എഫീമറൽ നേച്ചർ ഓഫ് ലൈഫ്, ദാറ്റ് വാസ് ദ ട്രാൻസെൻഡൻസ് ഓഫ് ആർട്ട്, ദ ക്ലോസ്ഡ് കോണ്ടാക്ട് ബിറ്റ്വീൻ ഇമാജിൻഡ് ഐഡിയൽ വേഴ്സസ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് റിയൽ, ആൻഡ് ദ പഗൻ സെലിബ്രേഷൻ ഓഫ് ദ സെൻസുവസ് ബ്യൂട്ടി ഓഫ് നേച്ചർ. He wrote about the shortness of life, ജീവിതത്തിൻ്റെ ക്ഷണികമായ സ്വഭാവവും, ആൻഡ് ദ പെർമനൻസ് ഓഫ് ബ്യൂട്ടി, എന്നാൽ സൗന്ദര്യത്തിൻ്റെ മരണമില്ലായ്മയുമാണ് അദ്ദേഹം കോൺട്രാസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ദ ഇമാജിൻഡ് റിയാലിറ്റി ആൻഡ് എക്സ്പീരിയൻസ്ഡ് റിയാലിറ്റി, നമ്മൾ ഭാവനയിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങളും അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ തന്നെ ഹി സെലിബ്രേറ്റഡ് ദ സെൻസുവസ് ബ്യൂട്ടി ഓഫ് നേച്ചർ, പ്രകൃതിയുടെ രമണീയത അദ്ദേഹം ആവോളം ആഘോഷിക്കുകയും ചെയ്തിരുന്നു. ബിസൈഡ്സ് ദീസ്, ഇതിനൊക്കെ പുറമെ കീറ്റ്സ് ഡ്വെൽ ഇൻ ദ റൊമാൻറ്റിക് എക്സ്പ്ലോറേഷൻ ഓഫ് നേച്ചർ ആൻഡ് ഇറ്റ്സ് ഫിയേഴ്സ്നെസ്. അതേപോലെ തന്നെ അദ്ദേഹം ഡ്വെൽസ് മീൻസ് തിങ്ക് ആൻഷ്യസ്ലി അബൌട്ട് സംതിങ്, പ്രകൃതിയോട് വളരെയധികം ഇണങ്ങിച്ചേർന്ന ഒരു കവിയായിരുന്നു കീറ്റ്സ്. As a person who witnessed the force of death during every stage of his life, തൻ്റെ ജീവിതത്തിലുടനീളം എല്ലാ സ്റ്റേജിലും മരണത്തെ മുഖാമുഖം കണ്ട വ്യക്തിയായതുകൊണ്ട് തന്നെ he was preoccupied with the idea of mortality. In most of his lyrics, അദ്ദേഹത്തിൻ്റെ മിക്കവാറും കവിതകളിൽ നമുക്ക് മരണത്തെക്കുറിച്ച് കാണാൻ സാധിക്കും. Accordingly, he explains the inseparability of the opposites of the pleasure and pain, joy and sorrow, life and death, and happiness and melancholy. അതുപോലെ തന്നെ ജീവിതം ഒരുപാട് സുഖദുഃഖ സമ്മിശ്രമാണെന്നും അതിൽ സന്തോഷവും സങ്കടവും ജീവിതവും മരണവും മാറി മാറി വരുമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ബിസൈഡ്സ്
അല്ലേ? ഇതിനൊക്കെ പുറമെ കീറ്റ്സിയൻ പോയട്രി ഈസ് സെലിബ്രേറ്റഡ് ഫോർ ദ മിസ്റ്റിക്കൽ ഫീമെയിൽ ഫിഗേഴ്സ് ഓഫ് ലവ്. ഇതെല്ലാം ഈ പാരഗ്രാഫിൽ മൊത്തം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കവിതയിലെ തീമാണ്. ഇത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ബിസൈഡ്സ് കീറ്റ്സിയൻ പോയട്രി ഈസ് സെലിബ്രേറ്റഡ് ഫോർ ദ മിസ്റ്റിക്കൽ ഫീമെയിൽ ഫിഗേഴ്സ് ഓഫ് ലവ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കവിതയിൽ രഹസ്യാത്മകതയുള്ള ഒരു സ്ത്രീയെ നമുക്ക് ദർശിക്കാൻ സാധിക്കും. ദെൻ അംബിഷൻ ആൻഡ് പോയസി അഗെയിൻസ്റ്റ് ദ മിഡീവൽ ചിവൽറസ് മസ്കുലിൻ വേൾഡ്. അതുപോലെ തന്നെ സ്നേഹം, ആഗ്രഹങ്ങൾ, കവിത മുതലായവ ഒരു സ്ത്രീഭാവം ഉള്ളതായിട്ടായിരുന്നു അദ്ദേഹം കണ്ടിരുന്നത്. ഇത് ഏത് കാലഘട്ടത്തിലാണ്? മധ്യകാലഘട്ടത്തിൽ പുരുഷത്വത്തിന് കൂടുതൽ പ്രാധാന്യമുള്ള സമയത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പോയത്തിൽ മിക്കവാറും സ്ത്രീഭാവങ്ങൾ കണ്ടിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. കീറ്റ്സ് വാസ് എ റൊമാൻറ്റിക് പോയറ്റ്. കീറ്റ്സ് ഒരു കാൽപ്പനിക കവിയായിരുന്നു. Romanticism. What is Romanticism? Romanticism is a movement said to have begun with the publication of the lyrical ballads by William Wordsworth and Samuel Taylor Coleridge in 1798. Is defined as the principled protest against classicism. അദ്ദേഹം ഒരു കാൽപ്പനിക കവിയായിരുന്നു. എന്നാൽ ഇനി കാൽപ്പനികത എന്ന് പറഞ്ഞാൽ റൊമാൻറ്റിസിസം ഈസ് എ മൂവ്മെൻറ്റ്, അല്ലേ? അതൊരു പ്രസ്ഥാനമായിരുന്നു. said to have begun with the publication of lyrical ballads. ലിറിക്കൽ ബല്ലാഡ്സിൻ്റെ പബ്ലിക്കേഷനോടുകൂടെ തുടങ്ങിയ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു റൊമാൻറ്റിസിസം. ആരായിരുന്നു ലിറിക്കൽ ബല്ലാഡ്സ് പബ്ലിഷ് ചെയ്തത്? 2 പേര് കൂടിയിട്ടാണ്, വില്യം വേർഡ്സ്വർത്ത് ആൻഡ് സാമുവൽ ടൈലർ കോളറിഡ്ജ്. കോളറിഡ്ജും വേർഡ്സ്വർത്തും കൂടിയിട്ടാണ് ഇത് പബ്ലിഷ് ചെയ്തത്. ഇൻ 1798 പബ്ലിഷ് ചെയ്തത്. അതിനുശേഷമാണ് റൊമാൻറ്റിസിസം എന്ന മൂവ്മെൻറ്റ് ഇവിടെ തുടങ്ങിയത്. അതുപോലെ തന്നെ റൊമാൻറ്റിസിസം ഈസ് ഡിഫൈൻഡ് ആസ് പ്രിൻസിപ്പിൾഡ് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ക്ലാസിസിസം. ക്ലാസിസത്തിന് എതിരായ ഒരു പ്രസ്ഥാനമായിട്ടും റൊമാൻറ്റിസിസത്തെ നമുക്ക് കാണാം. ദോ 1798 ഈസ് കൺസിഡേർഡ് ആസ് ദ ഇയർ ആസ് ദാറ്റ് ഇനാഗുറേറ്റഡ് റൊമാൻറ്റിസിസം. അതുകൊണ്ട് തന്നെ എല്ലാവരും 1798 റൊമാൻറ്റിസിസത്തിൻ്റെ ഉദ്ഘാടന സമയമായി കാണപ്പെടുന്നു. പക്ഷേ എങ്കിലും റൊമാൻറ്റിക് സ്ട്രെയിൻസ് were visible in the poetry of William Blake published a decade prior to lyrical ballads. ലിറിക്കൽ ബല്ലാഡ്സ് പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ഒരു ദശകം മുന്നേ തന്നെ വില്യം ബ്ലേക്കിൻ്റെ പോയങ്ങളിലും അദ്ദേഹത്തിൻ്റെ കവിതകളിലും നമുക്ക് റൊമാൻറ്റിസിസത്തെ നമുക്ക് ദർശിക്കാൻ സാധിച്ചിരുന്നു. ദെൻ റൊമാൻറ്റിസിസത്തിന് മറ്റൊരു ഡെഫിനിഷനും കൂടെ വരികയാണ്. റൊമാൻറ്റിസിസം ഈസ് എ കൈൻഡ് ഓഫ് ലിബറലിസം. റൊമാൻറ്റിസിസം എന്ന് പറഞ്ഞത് ഒരു ഉദാരവൽക്കരണവും കൂടിയായിരുന്നു. ബ്രോട്ട് ഇൻ ടു ലിറ്ററേച്ചർ ഫോളോയിങ് ദ ഐഡിയൽസ് ഓഫ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ സച്ച് ആസ് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. ഉദാരവൽക്കരണത്തിന് കാരണമായ ഫ്രഞ്ച് വിപ്ലവത്തിൽ ഉന്നയിക്കപ്പെട്ട സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ 3 കാര്യങ്ങളിലൂടെ കടന്നുവന്ന ഒരു ലിബറലിസമാണെന്നും പറയപ്പെടുന്നു. Though generally critical enlightenment of the rationalism, the Romantic revivals shares that with the enlightenment in an intense focus of the powers of the human mind. അതുപോലെ തന്നെ റൊമാൻറ്റിസിസത്തെ മനസ്സിൻ്റെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനും സാധിച്ചിരുന്നു. Accordingly, self-division, solitude, subjective longing, all these aspects of the subjectivity are taken as the starting point of the theme of many romantic writings. തുടക്കത്തിലുള്ള റൊമാൻറ്റിക് റൈറ്റേഴ്സിൻ്റെ എഴുത്തുകളിലുണ്ടായിരുന്ന തീംസാണ് ഇതെല്ലാം. ദ മൂവ്മെൻറ്റ് ഇൻ ഇറ്റ്സ് ഫസ്റ്റ് ഫേസ്. ഈ റൊമാൻറ്റിക് മൂവ്മെൻറ്റ് അതിൻ്റെ ആദ്യഘട്ടത്തിൽ വാസ് റെപ്രസെൻറ്റഡ് ബൈ വേർഡ്സ്വർത്ത്, കോളറിഡ്ജ് ആൻഡ് സൗത്തി. തുടക്കത്തിൽ വേർഡ്സ്വർത്തും കോളറിഡ്ജും സൗത്തിയുമായിരുന്നു റൊമാൻറ്റിസിസത്തിൻ്റെ ആദ്യ വക്താക്കൾ. പിന്നീട് ഇൻ ദ ലേറ്റർ ഫേസ്
by the social revolutionaries, if not anarchists like Lord Byron, Percy B. Shelley and John Keats. റൊമാൻറ്റിസിസം പിന്നീട് മുന്നോട്ട് കൊണ്ടുപോയത് ലോർഡ് ബൈറണും ഷെല്ലിയും കീറ്റ്സും മുതലായവയായിരുന്നു. തുടക്കത്തിൽ കോളറിഡ്ജും സൗദിയും വേർഡ്സ്വർത്തും, പിന്നീട് ബൈറൺ, ഷെല്ലി, കീറ്റ്സ് മുതലായവരാണത് കൊണ്ടുപോയത്. Then the next paragraph, the last paragraph in the introductory part. ഇതിലൂടെ ഈ പോയത്തിൻ്റെ ഒരു തീമാണ് പറയുന്നത്. എല്ലാ ചാപ്റ്ററിൻ്റെയും ഇൻട്രൊഡക്ടറി പാർട്ടിലെ ലാസ്റ്റ് പാരഗ്രാഫിൽ പോയത്തിൻ്റെ തീമായിരിക്കും. അത് മാത്രം തന്നെ എഴുതിയാൽ നിങ്ങൾക്ക് പഠിച്ചാൽ ആ പോയത്തിൻ്റെ മൊത്തം ഒരു കണ്ടൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. Ode to Autumn, written on 19th September 1819 at the John Keats, at the age of Keats' poetic skill. 1819 സെപ്റ്റംബർ 19 ഓഡ് ടു ഓട്ടം എന്ന ഈ ഒരു പോയം എഴുതിയത്. ഓട്ടം മീൻസ് ശരത് കാലം, ഓഡ് മീൻസ് ഗീതം. ഏത് സമയത്താണത്? അത് അറ്റ് ദ ഹെയ്റ്റ് ഓഫ് ദ കീറ്റ്സ് പോയറ്റിക് സ്കിൽ, കീറ്റ്സിൻ്റെ ഏറ്റവും നല്ല സമയമായിരുന്നു അത്. The poem is an attempt to find the beauty of neglected, deglamorized aspect of nature in life. ഈ കവിതയിൽ ജനങ്ങൾ ഗൗനിക്കാത്ത, അത്ര പ്രാധാന്യമില്ലാത്ത കാര്യങ്ങളിൽ ഭംഗി കാണുന്നതിന് വേണ്ടിയാണ് പോയറ്റ് ശ്രമിച്ചത്. Ode to Autumn is a song of praise to its fruitfulness, its flowers and its songs. Described by Alan Tate as a nearly perfect piece of style. ഇതിനെക്കുറിച്ച് അലൻ ടൈറ്റ് പറഞ്ഞത് നിയർലി എ പെർഫെക്റ്റ് പീസ് ഓഫ് സ്റ്റൈൽ എന്നാണ്. The poem is an attempt to find the beauty in the neglected, deglamorized aspect of nature and life, like Coleridge dejection ആൻഡ് കീറ്റ്സ് ഓൺ മെലങ്കളി. ഏതുപോലെ ഒരു കമ്പാരിസൺ ആണ് ഇവിടെ നടത്തുന്നത്. കോളറിഡ്ജിൻ്റെ ഡിജക്ഷൻ പോലെ, അതുപോലെ തന്നെ കീറ്റ്സിൻ്റെ തന്നെ മറ്റൊരു പോയമായ മെലങ്കളി പോലെയുള്ള ഒരു പോയമാണ് ഓഡ് ടു ഓട്ടം. അതുപോലെ തന്നെ ദ ക്രിട്ടിക്കൽ കൺസെൻസസ് അബൌട്ട് ദ ഓഡ് സെലിബ്രേറ്റ്സ് ഇറ്റ്സ് ആസ് എ പിയൻ ടു ദ സീസൺ ഓഫ് ഓട്ടം വിത്ത് ഇറ്റ്സ് ഫ്രൂട്ട്ഫുൾനെസ്, its flowers and the song of its swallows gathering for migration. ഈ ഒരു കവിതയിൽ പഴക്കാലവും പൂക്കാലവും അതിൻ്റെ സംഗീതവും നമുക്ക് കാണിച്ചു തരുന്നു. In the poem divided into 3 stanzas of 11 lines. ഈ ഒരു കവിത 3 സ്റ്റാൻസയായി ഡിവൈഡ് ചെയ്യുന്നു. ഓരോ സ്റ്റാൻസയിലും 11 ലൈൻസ് ആണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. റിട്ടൺ ഇൻ അയാംബിക് പെൻറ്റാമീറ്റർ, ഇതിൻ്റെ മീറ്റർ അയാംബിക് പെൻറ്റാമീറ്റർ ആണ്. കീറ്റ്സ് അറ്റംപ്റ്റ്സ് ടു ഫൈൻഡ് ദ ബ്യൂട്ടി ഇൻ ദ ലെങ്തനിങ് ഡേയ്സ്, ഒരുപാട് നീളമുള്ള പകലുകളെയും അതുപോലെ തന്നെ ചില്ലി വെതർ, തണുപ്പുള്ള ഒരു അന്തരീക്ഷത്തെയും, ആൻഡ് ബ്രൗൺ ഫീൽഡ്സ് ഓഫ് ഫാൾ, തവിട്ട് നിറത്തിലുള്ള നിലങ്ങളെയും, ദ ടൈം ജസ്റ്റ് ബിഫോർ വിൻ്റർ, വിൻ്ററിന് തൊട്ട് മുന്നുള്ള ഒരു സമയത്തെയും, സ്ക്വെൽച്ചസ് ദ ലാസ്റ്റ് ബിറ്റ് ഓഫ് വാംത്ത്, തണുപ്പ് കാലത്തിന് തൊട്ട് മുന്നേയുള്ള ആ ഒരു സമയത്തെയും, അതുപോലെ തന്നെ അന്തരീക്ഷത്തിലുള്ള അല്പം പോലും ചൂട് ഇല്ലാതാകുന്നതും, ആൻഡ് എവറി വൺ റിട്ടീറ്റ്സ് ടു ദെയർ ഫയേഴ്സ് ആൻഡ് ഹോട്ട് സിഡർ, എല്ലാ ജനങ്ങളും അവരുടെ വീടിനുള്ളിലെ തീയിലേക്കും ആപ്പിൾ ജ്യൂസിലേക്കും തിരിച്ചു പോകുന്നതൊക്കെയാണ് ഇതിലൂടെ പറയുന്നത്. The first stanza addresses the autumn as the close bosom friend of the sun. ഫസ്റ്റ് സ്റ്റാൻസയിൽ ഓട്ടം സീസണെ എന്തായിട്ടാണ് പറയുന്നത്?
ശരത്കാലം സൂര്യൻ്റെ ആത്മസുഹൃത്താണെന്നാണ് പറയുന്നത്. The second stanza describes it as a female pagan goddess. എന്നാൽ ഓട്ടം സീസൺ രണ്ടാമത്തെ സ്റ്റാൻസയിൽ ഒരു ദേവതയായിട്ടാണ് പറയുന്നത്. ആൻഡ് ദ തേർഡ് സ്റ്റാൻസ കൺസോൾസ് ഇറ്റ്സ് ബൈ ആസ്കിങ് ടു ലിസൺ ഇറ്റ്സ് ഓൺ മ്യൂസിക്. തേർഡ് സ്റ്റാൻസയിൽ ഓട്ടം സീസണോട് തന്നെ പോയിട്ട് പറയുന്നത് തൻ്റെ സ്വന്തം മ്യൂസിക് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. മൂന്നാമത്തെ ശ്ലോകം ശരത്കാലത്ത് നമ്മൾ ശ്രവിക്കുന്ന സംഗീതത്തെ പറ്റിയാണ് പറയുന്നത്. The synesthetic imagery of each stanza make the poem, according to Harold Bloom, as close perfect as any shorter poem in the English language. ഹരോൾഡ് ബ്ലൂമിൻ്റെ അഭിപ്രായത്തിൽ ഇംഗ്ലീഷ് ഭാഷയിലെ കവിതയുടെ ഏതാണ്ട് പരിപൂർണതയിലെത്തി നിൽക്കുന്ന ഒരു കവിതയാണ് ഓട്ടം. അപ്പം ഇത്രയും ഭാഗമാണ് ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷനിൽ നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ട് ഇൻട്രൊഡക്ടറി പാർട്ട് ഒരിക്കലും അവഗണിക്കേണ്ടതല്ല. അത് നന്നായി നോക്കുക തന്നെ വേണം. എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, എസ്പെഷ്യലി the last paragraph. Then let's begin the poem. Seasons of mist and fellow fruitfulness, close bosom friend of the maturing sun, conspiring with him how to load and bless with fruit the vines and that round the thatch eaves run. Seasons of mist. Autumn season is the seasons of mist. മഞ്ഞിൻ്റെ ശിശിരം എന്നത് മൂടൽ മഞ്ഞിൻ്റെ സീസണാണ്. ആൻഡ് മെലോ ഫ്രൂട്ട്ഫുൾനെസ്. മെലോ മീൻസ് റൈം, വിളഞ്ഞ അല്ലെങ്കിൽ നന്നായി പാകപ്പെട്ട പഴുത്ത പഴങ്ങളുടെ സീസണാണ്. ക്ലോസ് ബോസം ഫ്രണ്ട് ഓഫ് ദ മെച്ചുറിങ് സൺ. അതുപോലെ തന്നെ ഓട്ടം സീസൺ, ഓട്ടം ഈസ് എ ക്ലോസ് ഫ്രണ്ട് ഓഫ് ദ സൺ. ദെൻ കൺസ്പയറിങ് വിത്ത് ഹിം. കൺസ്പയറിങ് മീൻസ് മേക്കിംഗ് പ്ലാൻസ്, അല്ലെ, ഗൂഢാലോചന നടത്തുക. വിത്ത് ഹിം ആരുമായി? സൂര്യനും ശിശിരകാലവും ഗൂഢാലോചന നടത്തുകയാണ്. എന്താണ് അവർ നടത്തുന്നത്? Autumn is the close friend of the sun, and together they plan to give the vines plenty of fruits. എങ്ങനെ? How to load and bless. എങ്ങനെ നിറക്കണമെന്നും, and bless, അല്ലെ, അനുഗ്രഹിക്കണമെന്നും. With the fruit the vines. They plan to give the vines plenty of fruit. അല്ലെ, ധാരാളം പഴങ്ങൾ നൽകണമെന്ന് അവർ ഗൂഢാലോചന നടത്തുകയാണ്. വൈൻ എന്ന് പറഞ്ഞാൽ ദ പ്ലാന്റ്സ് വിച്ച് ഗ്രേപ്സ് ഗ്രോ. മുന്തിരി വള്ളിക്കാണ് വൈൻ എന്ന് പറയുന്നത്. ആ വള്ളി എങ്ങനെയാണ് ഉണ്ടാവുക? ദാറ്റ് റൗണ്ട്സ് ദ താച്ച് ഈവ്സ് റൺ. അത് പടർന്നു പോകും. ദ താച്ച് ഈവ്സ്, അല്ലെ, അണ്ടർ സൈഡ് ഓഫ് ദ പ്രൊജക്റ്റിംഗ് റൂഫ്. These vines creep under the projected roof of the village homes. ഗ്രാമത്തിലെ വീടുകളുടെ ഉന്തി നിൽക്കുന്ന മേൽക്കൂരയുടെ അരികിലൂടെയാണ് ഈ മുന്തിരിവള്ളികൾ പടരുന്നത്. അതാണ് ലാസ്റ്റ് ലൈനിൽ പറയുന്നത്. കൺസ്പയറിങ് വിത്ത് they together they plan to give vines plenty of fruit. These vines creep. ഈ ഒരു മുന്തിരിവള്ളികൾ പടർന്നു പിടിക്കുന്നു. അണ്ടർ സൈഡ് ഓഫ് ദ പ്രൊജക്റ്റിംഗ് റൂഫ് ഓഫ് ദ വില്ലേജ് ഹോംസ്. വില്ലേജിലെ വീടുകളുടെ മേൽക്കൂരയുടെ അരികിലൂടെയാണ് ഈ മുന്തിരിവള്ളികൾ പടർന്നു പിടിക്കുന്നത്. Then to bend with apples
the most cottage trees and fill all the fruit with ripeness to the core, to swell the gourd and plumb the hazel shells with a sweet kernel, to set budding more and still more later flowers for the bees, until they think warm days will never cease, for summer has overbrimmed their clammy cells. To bend with apples. Autumn together with the sun. Autumn and sun. They make plan to give apples trees plenty of apples. അതാണ് ടു ബെൻഡ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ നിറഞ്ഞിട്ട് ആപ്പിൾ മരങ്ങൾ കുനിയുകയാണ്. The most cottage trees give apples trees plenty of apples so that the branches bend with their weight. Then the most cottage trees and fill all the fruit with ripeness to the core. അതുപോലെ തന്നെ they also ripen the fruits filling them with sweetness. മറ്റു എല്ലാ പഴങ്ങളും പഴുത്ത് പാകമായി നിൽക്കുകയാണ്. വിത്ത് റൈപ്പ്നെസ് ടു ദ കോർ. കോർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗം, ദ സെൻറ്റർ പാർട്ട് ഓഫ് ദാറ്റ് ഫ്രൂട്ട്. അതിലെല്ലാം റൈപ്പ്നെസ് നിറയുക. റൈപ്പ്നെസ് എന്ന് പറഞ്ഞാൽ നന്നായി പാകമാകുകയാണ്. They also ripen the fruits filling them with sweetness. Then to swell the gourd. Swell means വീർക്കുക, make big, വലുതാവുക. ഗേർഡ് എന്ന് പറഞ്ഞാൽ ഒരു വെജിറ്റബിളാണ്, പംകിൻ മത്തനാണത്. അത് നിറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ അത് വലുതായി വരുന്നു. ആൻഡ് പ്ലംബ് മീൻസ് മേക്ക് ഫാറ്റ്, അതും തടിച്ചു വരികയാണ്. ഹേസൽ ഷെൽസ്, അതൊരു തരം കൈൻഡ് ഓഫ് നട്ട്, ഒരു തരം നട്ടാണ്. അതിൻ്റെ ഷെല്ലിലും സാധനങ്ങൾ അല്ലെങ്കിൽ അത് നിറഞ്ഞു വരികയാണ്, എന്നാൽ വിളഞ്ഞ് പാകമാകുന്നു. വിത്ത് എ സ്വീറ്റ് കേണൽ. കേണൽ മീൻസ് സെൻട്രൽ പാർട്ട് ഓഫ് എ നട്ട് വിച്ച് വി ഈറ്റ്. നമ്മൾ ഒരു നട്ടിൻ്റെ നമ്മൾ കഴിക്കുന്ന ഭാഗത്തെയാണ് കേണൽ എന്ന് പറയുന്നത്. സെൻറ്റർ പാർട്ട് ഓഫ് എ നട്ട് വിച്ച് വി ഈറ്റ്, കുരുവിൻ്റെ കഴിക്കുന്ന മധ്യഭാഗം. അവിടെയും മധുരം നിറയുകയാണ്. ടു സെറ്റ് ബഡ്ഡിങ് മോർ. They also make the gourd become big in size and give sweet kernel to the hazel nuts. അതുപോലെ തന്നെ to set budding more. Late flowers also bloom in autumn season. അതുപോലെ തന്നെ ഒരുപാട് പൂക്കളും വിടരുകയാണ്. And still more later flowers for the bees. Late flowers also bloom in autumn season, making the bees think that warm days will never end. ചില പൂക്കളൊക്കെ അവസാനം വിരിയുന്ന ഒരുപാട് പൂക്കൾ കണ്ടിട്ട് തേനീച്ചകൾ വിചാരിക്കുന്നത് ചൂടുള്ള ദിവസങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല എന്നാണ്. Late flowers also bloom in autumn season, making until they think warm days will never cease. Cease means stop. Bees thinks that warm days will never end. ഒരിക്കലും വാം ഡേയ്സ് അവസാനിക്കുന്നില്ല എന്ന് ഓട്ടം സീസൺ കണ്ടിട്ടും തേനീച്ചകൾക്ക് തോന്നുകയാണ്. കാരണം ലേറ്റ് ഫ്ലവേഴ്സ് ആൾസോ ബ്ലൂം, ഒരുപാട് വൈകി വിരിയുന്ന പൂക്കൾ വിരിഞ്ഞത് കണ്ടിട്ട്. ശിശിരത്തിൽ വൈകി പുഷ്പിക്കുന്ന ഒരുപാട് പുഷ്പങ്ങളുണ്ട്. അത് കണ്ടിട്ടാണ് ആർക്ക് തോന്നുന്നത്, തേനീച്ചകൾക്ക് ഇങ്ങനെ തോന്നുന്നത്. കാരണം ഫോർ സമ്മർ ഹാസ് ഓവർബ്രിംഡ് their clammy cells.
വേനൽക്കാലത്ത് അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഡ്യൂറിങ് ദ സമ്മർ സീസൺ ദ ബീസ് ഹാവ് ഓൾറെഡി ഫിൽഡ് ദെയർ ഹണി കോംസ്. അവരുടെ തേൻ അറകളൊക്കെ എന്താണ്? അവരുടെ അറകളെല്ലാം തേൻ കൊണ്ടവർ നിറച്ചിട്ടുണ്ടായിരുന്നു. ഇൻ ദ സമ്മർ സീസൺ ബീസ് ഹാവ് ഓൾറെഡി ഫിൽഡ് ദെയർ സെൽസ്, ഫിൽഡ് ദെയർ ഹണി കോംസ്. അതുകൊണ്ട് തന്നെ ഓവർ ബ്രിംഡ് എന്ന് പറഞ്ഞാൽ ഓവർ ഫിൽഡ്. ദെയർ ക്ലാമി സെൽസ്, ക്ലാമി എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്ന, സ്റ്റിക്കി എന്നാണ് ക്ലാമി. എന്തുകൊണ്ടാണത് ഒട്ടിപ്പിടിക്കുന്നതായത്? ബിക്കോസ് ഓഫ് ദ ഹണി ഇൻ ദം, അതിൽ നിറയെ തേൻ നിറഞ്ഞത് കൊണ്ടാണ് അത് ഒട്ടിപ്പിടിക്കുന്നത്. ഡ്യൂറിങ് ദ സമ്മർ സീസൺ എ ലോട്ട് ഓഫ് ഫ്ലവേഴ്സ് ഹാസ് ബ്ലൂം. The bees collect the honey from these flowers and deposit in their cells. Thus the cell become clammy and they start overflowing with honey. വേനൽക്കാലത്ത് ധാരാളം പൂക്കൾ വിരിയും. ആ സമയം തേനീച്ചകളെല്ലാം തേൻ ശേഖരിച്ച് അവയുടെ അറകൾ നിറയ്ക്കുകയും അവ ഒരുപാട് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നത് കൊണ്ട് അവ ഒട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു പാരഗ്രാഫിലൂടെ. ഇതിൽ നിന്നും നമുക്ക് ഓട്ടം സീസണിനെ, ഓട്ടം സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാകും. ഓട്ടം സീസണെ, ഓട്ടം ഈസ് കോൾഡ് ആസ് എ സീസൺസ് ഓഫ് മിസ്റ്റ് ആൻഡ് ഫെലോ ഫ്രൂട്ട്ഫുൾനെസ് ബിക്കോസ് ഓട്ടം ഹിയർ ദർ ആർ ലോട്ട് ഓഫ് മിസ്റ്റ് അറ്റ് ദിസ് ടൈം വെൻ ഫ്രൂട്ട്സ് റൈപ്പൺ. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ടുഡേ I here to stop my class. Thank you.